ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് എൻ്റെ ചെറിയ മോൾ ലൈഹൂസ് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ് കേട്ടോ. ഒരു 8:30 ആകുമ്പോഴേക്കിനൊക്കെ സ്കൂളിലെത്തിയാൽ മതി. പിന്നെ നൈനുക്കുട്ടിക്കാണെങ്കിൽ ക്ലാസ്സിൽ പോകണം. ഇന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇന്നാണ് ക്ലാസ്സിൽ പോകണത് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോയിട്ടേ ഇല്ല അവൾ. അപ്പോൾ ഇന്നാണ് അവളും ആദ്യമായിട്ട് പോണത് കേട്ടോ. സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ആദ്യമായിട്ട് പോണത്. അപ്പോൾ നൈനുക്കുട്ടിക്കാണെങ്കിൽ 7 മണിയാകുമ്പോഴേക്കിനും ബസ്സൊക്കെ വരും. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ എണിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടന്നില്ല. 5:45 എണിക്കുമ്പോൾ പിന്നെ ദോശ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് ഒരു സാമ്പാറും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നൈനുക്കുട്ടി എണിച്ചു വന്നു കേട്ടോ. ഭയങ്കര കൊതുകാണ് ഇവിടെ. ഞാൻ ഇത്രയും കൊതുകിനെ എവിടെയും കണ്ടിട്ടില്ല. അതുപോലെ നമ്മളെ മൂടി പൊതിയണ കൊതുകാണ് അടുക്കളയിൽ കേട്ടോ. പിന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നെറ്റ് ഇടണതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും ആ നെറ്റിൻ്റെ ഇടയിൽ കൂടെ എവിടെ നിന്നൊക്കെയോ കയറി വരും കൊതുകൊക്കെ. നൈഹു ആണെങ്കിൽ ചൊറിഞ്ഞോണ്ടേ ഇരിക്കുക കൊതുക് കടിച്ചിട്ട്. ഭയങ്കര കൊതുക, ഒരുമാതിരി കൊതുക, എന്താണാവേ. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. ഞാൻ എപ്പോൾ നോക്കുമ്പോഴും എത്ര പച്ചക്കറി ഉണ്ടെങ്കിലും ഞാൻ ആകെ 2 സാധനമാണ് സാമ്പാറിൽ ഇടുകയുള്ളൂ. ഒന്ന് സവാളയും ഒന്ന് പൊട്ടറ്റോ കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് നമ്മൾ സാമ്പാർ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ച് ഇടുള്ളൂ. എല്ലാം മെയിനായിട്ട് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ പിന്നെ സാമ്പാർ റെഡി ആയല്ലോ. ഈ 2 സാധനങ്ങൾ ഇട്ടിട്ടാണ്, അതായത് വെജിറ്റബിൾസ് കേട്ടോ, അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി കേട്ടോ. ഈ കൊതുക് ഇങ്ങനെ ഉള്ളപ്പോഴേ കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. കാരണം നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യണേക്കാൾ കൂടുതൽ ഈ കൊതുകിനെ കൊല്ലണം കേട്ടോ പണി. എന്നും കൊതുക് അവിടെ. അയ്യോ, ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ കൊതുകിനെ കേട്ടോ. നൈകുട്ടി ഇന്ന് നഴ്സറിയിലാട്ടോ പോണത്. ആർമി സ്കൂളിൽ ഇവിടെ ചേർത്തിരിക്കുന്നത്. നൈനുവിൻ്റെ ഒപ്പം KVയിൽ ചേർത്താമെന്നുണ്ട്. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ചേർത്താമെന്ന് വെച്ചിട്ടാണ്. കാരണം KVയിൽ ഏജ് ആയിട്ടില്ല അവൾക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് KVയിൽ ചേർത്തില്ല കേട്ടോ. പക്ഷേ 2 പേരുടെ സ്കൂളും അടുത്തടുത്താണ് കേട്ടോ. ആർമിയും KVയും തൊട്ടടുത്തടുത്താണ്. നൈഹുവിന് ക്ലാസ് ഒരു 8:30 തൊട്ടിട്ട് 11 മണി വരെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കേട്ടോ. അത് കഴിഞ്ഞാൽ 12:30 വരെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സാണെങ്കിൽ ഇവിടെ നമുക്ക് സ്കൂൾ ബസ്സിൽ വിടാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ വിടണം. ക്ലാസ് 8:30 തുടങ്ങാം. 1 മണിക്കൂർ മുന്നേ ബസ് വരും. അതിന് നല്ലത് നമ്മൾ കൊണ്ടാക്കുക നല്ലതെന്ന് തോന്നിയിട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഇന്നും എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ. എത്ര വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഞാൻ സവോളയും പൊട്ടറ്റോ ഇല്ലാതെ എനിക്ക് സാമ്പാറില്ല. ഈ ഒരു 2 സംഭവം ഉണ്ടെങ്കിൽ, പരിപ്പും ഉണ്ടെങ്കിൽ, അല്ല പിന്നെ കുറച്ച് സാമ്പാർ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡി കേട്ടോ. ഞാൻ പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും. അതിലേക്ക് സവാള, പൊട്ടറ്റോ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് പിന്നെ മറക്കരുത് കായപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ എണ്ണ ചേർത്തിട്ട് പിന്നെ അതിൽ സാമ്പാർ പൊടി ഇട്ടൊന്ന് മിക്സാക്കും. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാമ്പാർ കൂട്ടാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. ദോശ പറയുമ്പോൾ 2 ദിവസം മുന്നത്തെ മാവാണ്. ഇപ്പം പിന്നെ തണുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൊന്തി വരും. ഞാൻ വന്ന ടൈമിൽ പൊന്താൻ ഭയങ്കര പാടായിട്ടാണ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ അടുത്ത ക്വാർട്ടേഴ്സിലുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം മാവൊക്കെ പൊന്തി വരുന്നുണ്ടോ എന്ന് കേട്ടോ. അതൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടല്ലേ അവരങ്ങനെ ചോദിച്ചത്. അതൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നൈനുക്കുട്ടി എണിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് എന്താ അറിയില്ല, ഒരു 6 മണിയായപ്പോൾ എണിച്ച് വന്നു. ഉമേഷ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പാണ് കേട്ടോ. ഉമേഷ് എല്ലാം നൈനുൻ്റെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാൻ കൂടും. ഷൂ ഇടുക, സോക്സ് ഇടുക, അങ്ങനത്തെ കുറേ സംഭവത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. എന്തായാലും നൈനുവിനും ഉമേഷിനും ഒപ്പമാണ് ഇറങ്ങേണ്ടത്. 7 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഇവർക്ക് 2 പേർക്കാണ് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കേണ്ടത് കേട്ടോ. ചോറൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ട്, പക്ഷെ അത് നൈനു വേണ്ടാന്ന് പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതുതന്നെ അവർക്ക് ലഞ്ചിനും കൊടുത്തു വിടണത് കേട്ടോ. അങ്ങനെ നൈനുക്കുട്ടീനെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. എപ്പോഴാണ് കറക്റ്റ് ടൈം എന്നറിയില്ല ബസ്സിൻ്റെ. എന്തായാലും ഞങ്ങൾ 7 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ കുറേ നേരം അവർ നിൽക്കണം കണ്ടു അവിടെ. 7:15 ആയപ്പോഴാണ് ബസ് വന്നത്. പിന്നെ എന്താ ഉണ്ടാക്കണേന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂല്ലേ. പിന്നെ ഇന്ന് നൈനുക്കുട്ടിയുടെ സ്കൂളിലേക്ക് നമ്മൾ വിഷു, പിന്നെ എന്തോ ഇവരുടെ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ എന്തോ ഫെസ്റ്റിവലൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നമ്മുടെ എന്ത് ഫെസ്റ്റിവലാണോ അതിനുണ്ടാക്കണ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു വിടണം കേട്ടോ. നൈനുക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിച്ച് ഫുള്ള് വയറ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വിഷുവിന് നമ്മൾ ശരിക്കും അടയാണ് ഉണ്ടാക്കുക. പക്ഷേ വിഷു അട ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇല കിട്ടിയില്ല, വാഴയില കിട്ടാത്തത് കൊണ്ട് ഞാൻ വിഷു കൊഴുക്കട്ട ആക്കി അതിന് തീർത്തു കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി കൊടുത്തു. അതും പിന്നെ ഞാൻ ആപ്പിളൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആപ്പിളും കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ പാക്ക് ചെയ്യാൻ ബാഗിൽ ലഞ്ച് ബോക്സൊക്കെ വെക്കാൻ നൈഹു ആണ് കൂടണത് കേട്ടോ. അവൾക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ദിവസം കേട്ടോ. ഞാൻ വിചാരിച്ചു അവളുടെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകണം കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുമെന്നൊക്കെ കേട്ടോ. പക്ഷെ നൈനു ഇവളേക്കാൾ ഓപ്പോസിറ്റാണ് കേട്ടോ. നൈനു എവിടെ പോയാലും അവളൊരു ടെൻഷനും ഇല്ലാതെ സ്കൂളിൽ പോകും. ഈ നമ്മുടെ പഞ്ചാബിൽ വന്നിട്ട് തന്നെ വേറെ വല്ല ചില പിള്ളേരാണെങ്കിൽ പോവില്ല. പുതിയ ഫ്രണ്ട്സ്, പുതിയ ലാംഗ്വേജ് അല്ലേ. ഞാനൊക്കെ അന്തം വിട്ടിട്ടുണ്ട് അവൾ പോയി എന്ത് ചെയ്യും. പക്ഷെ അവൾക്ക് സ്കൂളിൽ പോകാൻ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നിന്നല്ല, നാട്ടിൽ പോകാനും അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി നൈനക്കുട്ടിയും ഞാനും കൂടി സ്കൂട്ടിയിലാണ് വന്നത്. നടന്നു വരാൻ പറ്റില്ല, കുറച്ച് ദൂരമുണ്ട്, വെയിലൊക്കെ അല്ലേ. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ നൈഹുവിനെ കൊണ്ടുവിട്ടു കേട്ടോ. 8:30 ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തിയാൽ മതി. നല്ല ഹാപ്പിയായി ജോളിയായിട്ടാട്ടോ പോയത്. നല്ല ഇഷ്ടമായിരുന്നു. അവിടെ പോയി ഇരുത്തി ഞാൻ. എന്നിട്ട് ഞാൻ ഒന്ന് ഇടയിൽ അവൾ കാണാതെ ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കണ്ടത് അവൾ ചെറുതായിട്ട് മുഖമൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങിയ ഷേപ്പ്. അപ്പോഴേക്കും ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ടോ. എന്നിട്ട് ഒന്ന് ഒളിഞ്ഞ് നോക്കിയപ്പോൾ ആൾ ഡോറിൻ്റെ അവിടെ നിന്ന് കരയുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കരച്ചിൽ കൂടും കേട്ടോ. അങ്ങനെ ഞാൻ പോയി ഒരു 11 മണിയാകുമ്പോൾ കൊണ്ടുവരാൻ വന്നാൽ മതി എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ ആകെ ഒരു ശൂന്യത. നൈഫ് ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു ബഹളമൊന്നും ഇല്ലാത്ത പോലെ കേട്ടോ. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ട് അങ്ങനെ എനിക്ക് തോന്നിയത് ഒരു എന്തോ പോലെ. അപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ചു നൈഹുവിനെ വിളിക്കാൻ പോണൊക്കെ മുന്നേ. പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് സംഭാരം, മോര് കൂട്ടാനല്ല, മോരും വെള്ളമല്ലേ കുടിക്കുക, നല്ലൊരു സുഖം കിട്ടും. മോരും വെള്ളം കുറച്ച് ഇഞ്ചിയും ചെറിയുള്ളി പച്ചമുളക് ഇട്ടിട്ട് ഒരെണ്ണം അരച്ചിട്ട് വെച്ചു കേട്ടോ. പിന്നെ സ്രാവ് ഇറക്കാതെ വിചാരിച്ച് വെള്ളത്തിലിട്ടു. പിന്നെ മുതിര ഉപ്പേരി വെക്കാമെന്ന് വെച്ചാൽ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നൈഹുവിനെ കൊണ്ടുവരേണ്ട ടൈമായിട്ടോ. ഞാൻ പോയി, അവളെന്നെ കണ്ടിട്ടില്ല. അവൾ ഇന്ന് ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. ഞാനിട്ട് വിളിച്ചപ്പോൾ അവളുടെ മുഖമൊക്കെ ആകെ ഒരു സന്തോഷം വന്ന പോലെ, എന്തോ ഒരു സങ്കടവും സന്തോഷം എല്ലാം കൂടി വന്ന പോലെ ആയിരുന്നു കേട്ടോ. ഞാൻ കൊണ്ടുവരാൻ പോകുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ABCD ആണ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. നല്ല സന്തോഷമായിട്ടാണ് വന്നത്. വീട്ടിലെത്തിയിട്ട് ഞാൻ ചോദിച്ചു, നാളെ സ്കൂളിൽ പോകണ്ടോ? നാളെ സ്കൂളിൽ പോവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയും ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. അറിയില്ല, നാളത്തെ കാര്യം നാളെയല്ലേ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്രാവൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. മീശു ഉച്ചയ്ക്ക് ചോറിനാൻ വരും. മീശു വരുമ്പോഴേക്കും എന്തെങ്കിലും വേഗം വെക്കണം, വിശന്നിട്ടായിരിക്കും ആൾ വരുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ 2 മൺചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മൺചട്ടിയിൽ കറി വയ്ക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു മീൻ കറി വയ്ക്കുന്ന ചട്ടി വേറെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഞാൻ തോരനും എന്തെങ്കിലും ചാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന 2 മൺചട്ടി അമ്മ ഉപയോഗിക്കുന്ന കേട്ടോ, അമ്മ എടുത്ത് തന്നാൽ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മളിന്ന് മുതിര ഉപ്പേരി വെക്കുന്നത്. മുതിര ഉപ്പേരി വെറുതെ കുത്തിക്കാച്ചി വെക്കുകയാണ് കേട്ടോ. എണ്ണ, കുറച്ച് കടുക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അല്ല, ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുതിര, പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടിപ്പോയി, എന്താണെന്നറിയില്ല. ഞാൻ കാശ്മീരി മുളക് പൊടി സാധാരണ ഉപയോഗിക്കാറ് കേട്ടോ. 2:30 ആയപ്പോഴേക്കും നൈനുക്കുട്ടിയും വന്നു കേട്ടോ. എന്നിട്ടപ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കേണ്ട ടൈമായി. പാലില്ലാത്തതുകൊണ്ട് പാക്കറ്റ് പോലെ കിട്ടാൻ തുടങ്ങിയിട്ടില്ലേ, നമുക്ക് ഇന്നോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കട്ടൻ ചായയാണ് കുടിച്ചത്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിക്സറും ചക്കവറുത്തൊക്കെ ഉണ്ട്. തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തിന്നാൻ ഒരു പൂതിയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നൈഹും കളിക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇരുട്ടാവാറായപ്പോൾ ഞാനും ഒന്ന് പോയി, വെറുതെ കളിക്കാനല്ല, വെറുതെ ഭയങ്കര കൊതുക് കേട്ടോ, നല്ല കൊതുകായിരുന്നു. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു.